2025 ജൂലൈ മാസത്തെ റിട്രീറ്റിന്റെ ഒടുവിൽ ജനത്തിന്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും തൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുവാൻ ഇടയാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആദ്യം ഇവിടെ സംസാരിക്കുന്ന ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: പാസ്റ്ററെ, സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ? ടൈറ്റിൽ: സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ സ്ത്രീയെ കണ്ടു. അപ്പോൾ സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ എന്നൊരു ചോദ്യമാണ്. കാരണം ഇവിടെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ ആരില്ല? സ്ത്രീകളില്ല. അപ്പോൾ ജനത്തിന് വന്ന സംശയമാണ്, സ്വർഗത്തിലും സ്ത്രീകൾ ഉണ്ടോ? Dear brothers, today being the last session of July 2025 retreat, today is as usual reserved for answering the various questions. I pray that God answer all of your questions so that you will be ready for His presence. So in this regard, the question that we have received right now is there women even in heaven? The context of this question is that we have usually taught here that there are no women in heaven, and the context of this question is they are asking with respect to Revelation 12, is there women in heaven as well? ഇവിടെ ഈ കാര്യവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, 1 മുതൽ 5 വരെ, വെളിപ്പാട് 12 1 മുതൽ 5 വരെ ബൈബിളിലെ ഹോൾ സന്ദേശം അതിൻ്റെ ഉള്ളിലുണ്ട്. പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇത് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ചിലർ ഇത് വായിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ആ ക്രിസ്തി കന്യാകുമറിയാണെന്ന്, ആ സ്ത്രീയെ കന്യകാമറിയാണെന്ന്. ഞാനൊക്കെ ജനിച്ചോളുന്ന കത്തോലിക്ക സഭ പറയുന്നത് അങ്ങനെയാണ്. ജനിച്ച ശിശു ഉണ്ണിയേശുവാണ്. ഇനി ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു പങ്കും പെന്തക്കോസ്റ്റ് ബ്രദറൻ സഭകളും പറയുന്നത് ആ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവർക്കൊക്കെ അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയേ. പക്ഷേ ബൈബിളിലെ ഒരു കാര്യം അറിയാൻ പാടില്ലാതെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇങ്ങനെയൊന്നുമല്ല. ആ സ്ത്രീ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ചങ്കിലെ ചോരയാൽ നേടിയ സഭയാണ്. അതിൽ കന്യാമറിയും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ജനവും അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇനി ആ സ്ത്രീ പ്രസവിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ. ആ സ്ത്രീ പ്രസവിച്ചൊരു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കുഞ്ഞ് ഒരു കുഞ്ഞല്ല, ഒരു കൂട്ടം ജനതയാണ്. അതിൻ്റെ തല ക്രിസ്തു, ഉടൽ ക്രിസ്തുവിൽ ജയം പ്രാപിച്ച ദൈവമക്കൾ. സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ കുഞ്ഞെന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്മാരായി രൂപാന്തരം പ്രാപിച്ച് ജയം പ്രാപിച്ച വ്യക്തിത്വങ്ങളാണ്. അതിൽ ആദ്യഫലം ക്രിസ്തു, ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ക്രിസ്തുവിനുള്ളവരും. അതാണ് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്. ബൈബിളിലെ എല്ലാ വചനങ്ങളും അതിനോട് ചേർന്ന് വരുന്നു ഉണ്ട്. So dear brothers, if you read these Revelation chapter 12 verse 1 to 5, you will see that pretty much a summary of the entire Bible is actually revealed in this verse 1 to 5. But if it is not revealed to you from heaven, you won't be able to understand it. So there are various interpretations for these verses about who this woman in chapter 12 verse 1 is. So there is one interpretation that this woman is Mary, the mother of Jesus, and this child is Jesus when he was young. So this is typically the interpretation that is given by the Catholic Church that the pastor grew up in. Then there is another interpretation that is common in most Pentecostal and Brethren churches, that this woman is actually Israel. And then there is the interpretation that was revealed to the pastor is that this woman is actually the church that our Lord Jesus bought using His blood. And in this church, both the Mary, the mother of Jesus, as well as Israel is there. And this child in verse 2, the child that this woman gives birth, so this woman is the church that was called, and this child that the woman gives birth is the church, is the group of people. It's not one person, it's the group of people who are transformed transformed in this church
and this group of people who are selected, and this group of people, the head of this child is our Lord Jesus, who is the firstborn, and the rest of the body is the church, the group of people who are selected. മറ്റൊന്നുകൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇതാ സ്മുർണയിലെ സഭയോട് യേശുക്രിസ്തു പറയുകയാണ്, വെളിപ്പാട് 2:8 പറയുകയാണ്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പറയാണ്, ജയിച്ചാൽ നിനക്ക് രണ്ടാം മരണ ദോഷം വരത്തില്ല. അപ്പൊ ജയിച്ചില്ലല്ലോ, രണ്ടാം മരണം എന്ന് പറയുന്നത് നിന്റെ സോള് തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുന്നതാണ്. ജയിച്ചാൽ രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാവരും ജയം പ്രാപിപ്പാൻ ഒരുങ്ങുക. അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം പറയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. So, dear brothers, let us read one more verse before closing this subject. This is Jesus' message to the church of Smyrna. So the message starts from Revelation chapter 2 verse 8, where it says to the angel of the church in Smyrna. And verse 11, our Lord Jesus says that he who has an ear, let him hear what the Spirit says to the churches. He who overcomes, that is, to he who overcomes shall not be hurt by the second death. So again, a very dangerous situation. So we should overcome so that we won't be hurt by the second death. അപ്പോൾ സ്വർഗരാജ്യത്തിൽ സ്ത്രീ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ നിത്യജീവനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജയിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഏക ലക്ഷ്യം ഇവിടെ നിന്ന് ജയിച്ച് കയറി പോകേണ്ടതാണ് എന്നുള്ളതായിരിക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അങ്ങനെ വല്ല വിധേനയും മരിച്ചവർ എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലതും ചപ്പും ചവറും എന്നുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പിൽ ബാക്കി ഒന്നിനും ഒരു വില ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യം. അല്പസമയത്തിനുള്ളിൽ എൻ്റെ കോഴ്സ് ഇവിടെ തീരും. ജയം പ്രാപിച്ച് ഞാൻ നിത്യമായ ആ സ്വർഗീയ ഭവനത്തിലെത്തണം. ഇന്നുള്ള എൻ്റെ ജീവിത പങ്കാളി ഇനി ഒരിക്കലും ഇനി കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നുള്ള മക്കൾ ഇനി കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നിവിടെ ഉള്ളത് ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വേണ്ടി ഉറച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി എങ്ങോട്ടേക്ക്? ദൈവ കുടുംബത്തിലേക്ക്. ആ പരമവിളിയുടെ വിരുദ്ധനായി അവിടെ ആരായി? ദൈവത്തിൻ്റെ മകനായി, ക്രിസ്തുവിൻ്റെ സഹോദരനായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി ദൈവം എന്നെ ക്രിസ്തുവിലൂടെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം. നമ്മളുടെ ആ പാത്രത്തെ, നമ്മളുടെ കിരീടത്തെ നമുക്ക് പ്രാപിക്കാം. അതിനായി ഒരുങ്ങുക. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, the question was, is there a woman in heaven as well? So let me remind you, this question does not affect our salvation. So we should be focusing on our salvation, and salvation, as Saint Paul said that I count all these things loss for the extent of the knowledge of Christ Jesus. I count them as rubbish, so in order to attain salvation, Saint Paul is counting everything as rubbish and pressing on to attain salvation. So in that manner, we should also focus on salvation and press on to attain salvation, so that we will be transformed from, so that we will enter into the family of God, and we will attain salvation as sons of God, brothers of Lord Jesus, brothers and co-heirs of Lord Jesus Christ. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. എല്ലാവരെയും ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ അല്പകാലം മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുക, നമ്മുടെ പാത്രത്തെ നേടുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. ഈ ലോക ജീവിതത്തിൽ കാഴ്ചയിൽ കുടുങ്ങിപ്പോകരുത്. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ. To everyone who is present here and to everyone who is listening this via online media, remember that we are in this world for only a short while. Please put effort so that we will be able to save our soul. Don't be stuck
by seeing the sight in this world. 2025 ജൂലൈ മാസത്തെ റിട്രീറ്റിൻ്റെ ഒടുവിൽ ജനത്തിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുവാൻ ഇടയാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആദ്യം ഇവിടെ സംസാരിക്കുന്ന ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: പാസ്റ്ററെ, സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ? ടൈറ്റിൽ: സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ സ്ത്രീയെ കണ്ടു. അപ്പോൾ സ്വർഗത്തിലും സ്ത്രീകളുണ്ടോ എന്നൊരു ചോദ്യമാണ്. കാരണം ഇവിടെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ ആരില്ല? സ്ത്രീകളില്ല. അപ്പോൾ ജനത്തിന് വന്ന സംശയമാണ്, സ്വർഗത്തിലും സ്ത്രീകൾ ഉണ്ടോ? Dear brothers, today being the last session of July 2025 retreat, today is as usual reserved for answering the various questions. I pray that God answer all of your questions so that you will be ready for His presence. So in this regard, the question that we have received right now is there women even in heaven? The context of this question is that we have usually taught here that there are no women in heaven, and the context of this question is they are asking with respect to Revelation 12, is there women in heaven as well? വളരെ സിമ്പിളായിട്ട് ബൈബിള് ഈ കാണുന്ന അക്ഷരം മാത്രം കാണുന്ന സിമ്പിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ചോദ്യമാണിത്. അവർ പറഞ്ഞതും അവർ വായിച്ചത് അക്ഷരത്തിൽ ശരിയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയാണ്, സ്വർഗത്തിൽ ഞങ്ങൾ സ്ത്രീ ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നു. പാസ്റ്റർ പറയുന്നു സ്വർഗത്തിൽ സ്ത്രീയില്ല എന്ന്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ആ വചനം നമുക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. അതിൻ്റെ 1-2 ഭാഗം വായിച്ചാട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, ഇതാണ് ആ ചോദ്യത്തിൻ്റെ കാരണം. അവരെവിടെയാ സ്ത്രീയെ കണ്ടേ? സ്വർഗത്തിൽ ആ സ്ത്രീയെ കണ്ടേ. ആ വാഷു പറയും സ്വർഗത്തിൽ സ്ത്രീകൾ ഇല്ല. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീയെ കണ്ടു. അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൻ്റെ കാരണം. So dear brothers, this is a question that usually comes from unsophisticated interpretation of the Bible. So this is with respect to Revelation chapter 12. If you are not interpreting it correctly, you will have such questions. So let me read the 2 verses in question. Revelation 12, chapter 12, verse 1 and 2. Now a great sign appeared in heaven, a woman clothed with the sun, with the moon under her feet, and on her head a garland of 12 stars. Then being with child, she cried out in labor and in pain to give birth. So you can see that the question is that a sign appeared in heaven, a woman clothed with sun. So we have a woman in heaven. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ധാരാളം ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപമ എന്ന് പറയുന്നത് ഭൂമിയിലെ കഥയാണ്, പക്ഷേ അത് അർത്ഥം സ്വർഗീയമായതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഒരു ലാംഗ്വേജ് സിംബോളിസമാണ്. ടൈപ്സ് ആൻഡ് ഷാഡോസ് ഉപയോഗിച്ചിട്ട് വരാൻ പോകുന്ന കാലത്തെ സ്പിരിച്വലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥം താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് കൈമാറാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന
പ്രത്യേക രീതിയിലുള്ള ഒരു സന്ദേശമാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം സിംബോളിസമാണ്, ടൈപ്സ് ആൻഡ് ഷാഡോസ് ആണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവുമായൊരു ബന്ധം വേണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൽ മറിഞ്ഞു കിടക്കുന്ന ആ ജ്ഞാനം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയിൽ ഒരു മീഡിയേറ്റർ എന്നതുപോലെയാണ് ഈ ടൈപ്സ് ആൻഡ് ഷാഡോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നാം അതുപോലെ തന്നെ എടുത്താൽ, സ്വർഗത്തിലൊരു സ്ത്രീയെ കണ്ടു, സ്വർഗത്തിൽ സ്ത്രീയുണ്ട്, അങ്ങനെ തന്നെ എടുത്താൽ നാം വെറും സിമ്പിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. പകരം ദൈവമേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ജനത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഇത് പലർക്കും പല രീതിയിലാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയിരിക്കണേ. പക്ഷേ യഥാർത്ഥ അർത്ഥം ഒന്നേ ഉള്ളൂ. So dear brothers, when our Lord Jesus was in this world, he used the system of parables to explain various things. So parable is a mechanism where things in heaven Jesus used to explain it using things in this world, so that it easy to understand. So similarly in Revelation, the mechanism that is used is symbolism, and this symbolism uses this method of types and shadows, wherein God, in order to hand over complicated concepts to people whom he have chosen, he uses this method of types and shadows. So in order to understand these types and shadows, if you directly try to do it, interpret it in a very simplistic manner, you won't be able to understand it. But in order to understand this, you should have a connection with the Holy Spirit. So this types and shadows acts as a mediator, so that we can understand the complicated concepts that God is intending to teach us. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്നാ ദൈവത്തിനും ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞുകൂടെ? ഇല്ല, ദൈവം പറയില്ല. കാരണം എല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കില്ല. ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് യഹോവയ്ക്ക് മഹത്വം. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. കാര്യങ്ങൾ ആരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. അപ്പോൾ ദൈവം പർപ്പസിൽ ഇത് മറച്ചു വയ്ക്കുക. കാരണം ദൈവം ഇത് എല്ലാവർക്കും വെളിപ്പെടുത്തില്ല. കർത്താവായ യേശു വളരെ വ്യക്തതയോടെ പിതാവിനെ നോക്കി പറഞ്ഞു, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുന്നതിനാണ് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇതുകൊണ്ടാണ് അങ്കിൾ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ഉപമകളായി എന്താ സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കേണ്ടതിന് ഉപമകളായി സംസാരിക്കുന്നു. വരം ലഭിച്ചവർക്കേ ഇത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരത് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് വീണ്ടും കിട്ടുകയുള്ളൂ. So dear brothers, in this context, naturally the next question that you will ask me is, why is God complicating things by giving this information in such a form? Why can't God directly reveal this information? The answer to that is, God does not reveal all information to everyone. He only reveals the information to those he intends to reveal it to. As the Bible says, it is the glory of Jehovah to hide things, and it is the glory of kings to find it out. So dear brothers, as our dear uncle said over here, not everything is revealed to not everything is revealed to everyone. It is to those whom God has given the gift that these things are revealed. And once a person receives a gift of this revelation, he should he should use that revelation correctly and trade in it in order so that he will further keep receiving these revelations. So the reason for that being that, as our Lord Jesus said that
these things are, Jesus said that, I praise you, God, that you have not revealed this to the wise and knowledgeable, but you have revealed this to children. So God wants to reveal things to those he intends to reveal, as our Lord Jesus again said that about his parables, that this is so that they may hear but will not understand, they may see but not understand it. So we have this mechanism that God has instituted for this purpose. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് മക്കളോട് എപ്പോഴും പറയും നമുക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ താഴ്മയാണ്. ഹല്ലേലൂയ. ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുക. ഞാൻ ആയിരിക്കുന്നത് അപ്പം അങ്ങയുടെ കരുണയാലാണ്, അങ്ങയുടെ കൃപയാലാണ്. അത് വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിനത് ബോധ്യപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും താഴ്മ ധരിക്കുക, കൊമ്പ് കാണിക്കരുത്, അഹങ്കരിക്കരുത്. ദൈവം എടുത്ത് തൂത്ത് കളയും. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം അധികം കൃപ കൊടുക്കുന്നു. So dear brothers, in this context, remember that the most important quality that you want is humbleness, because God reveals to because always be humble and tell God that everything that I have is through your grace. If you show your own, if you show your pride, then God will sweep you away. As the Bible says, to the prideful, God sweeps them away, but to the ones who is humble, God gives more grace. ഇവിടെ ഈ കാര്യവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, 1 മുതൽ 5 വരെ, വെളിപ്പാട് 12 1 മുതൽ 5 വരെ ബൈബിളിൽ ഹോൾ സന്ദേശം അതിൻ്റെ ഉള്ളിലുണ്ട്. പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ചിലർ ഇത് വായിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ആ ക്രിസ്തി കന്യാകുമാരിയാണെന്ന്, ആ സ്ത്രീയെ കന്യകാമറിയാണെന്ന്. ഞാനൊക്കെ ജനിച്ചു വളർന്ന കത്തോലിക്ക സഭ പറയുന്നത് അങ്ങനെയാണ്. ജനിച്ച ശിശു ഉണ്ണിയേശുവാണ്. ഇനി ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു പങ്കും പെന്തക്കോസ്റ്റ് ബ്രദറൻ സഭകളും പറയുന്നത് ആ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവർക്കൊക്കെ അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയേ. പക്ഷേ ബൈബിളിൽ ഒരു കാര്യം അറിയാൻ പാടില്ലാതെ എനിക്ക് വെളിപ്പെട്ടിട്ട് ഇങ്ങനെയൊന്നുമല്ല. ആ സ്ത്രീ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ചങ്കിലെ ചോരയാൽ നേടിയ സഭയാണ്. അതിൽ കന്യാമറിയും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ജനവും അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇനി ആ സ്ത്രീ പ്രസവിക്കുന്നൊരു രംഗമുണ്ട് അവിടെ. ആ സ്ത്രീ പ്രസവിച്ചൊരു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കുഞ്ഞ് ഒരു കുഞ്ഞല്ല, ഒരു കൂട്ടം ജനതയാണ്. അതിൻ്റെ തല ക്രിസ്തു, ഉടൽ ക്രിസ്തുവിൽ ജയം പ്രാപിച്ച ദൈവമക്കൾ. സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ കുഞ്ഞെന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്മാരായി രൂപാന്തരം പ്രാപിച്ച് ജയം പ്രാപിച്ച വ്യക്തിത്വങ്ങളാണ്. അതിൽ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ക്രിസ്തുവിനുള്ളവരും. അതാണ് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്. ബൈബിളിലെ എല്ലാ വചനങ്ങളും അതിനോട് ചേർന്ന് വരുന്നു ഉണ്ട്. So dear brothers, if you read these Revelations chapter 12 verse 1 to 5, you will see that pretty much a summary of the entire Bible is actually revealed in this verse 1 to 5. But if it is not revealed to you from heaven, you won't be able to understand it. So there are various interpretations for these verses about who this woman in chapter 12 verse 1 is. So
there is one interpretation that this woman is Mary, the mother of Jesus, and this child is Jesus when he was young. So this is typically the interpretation that is given by the Catholic Church that the pastor grew up in. Then there is another interpretation that is common in most Pentecostal and Brethren churches, that this woman is actually Israel. And then there is the interpretation that was revealed to the pastor is that this woman is actually the church that our Lord Jesus bought using his blood. And in this church, both the Mary, the mother of Jesus, as well as Israel is there. And this child in verse 2, the child that this woman gives birth, so this woman is the church that was called, and this child that the woman gives birth is the church, is the group of people. It's not one person, it's the group of people who are transformed in this church. And this group of people who are selected, and this group of people, the head of this child is our Lord Jesus, who is the firstborn, and the rest of the body is the church, the group of people who are selected. 1 മുതൽ 5 വരെ വായിച്ചാട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ 5 വാക്യം പഠിച്ചാൽ മതി, ബൈബിൾ മുഴുവൻ പഠിച്ചു. ദൈവം എന്താ ചെയ്യണേ, അതിനെതിരെ പിശാച് എന്താണ് ചെയ്യണത്, ഇത് രണ്ടും അതിലുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അതിലുണ്ട്. ദൈവം ക്രിസ്തുവിലൂടെ ആ സ്ത്രീയെ, സഭയെ കാൽവരി ക്രൂശിൽ, ദൈവത്തിൻ്റെ വചനം പറയും തൻ്റെ സ്വന്തം രക്തത്താൽ നേടിയ സഭ, അതാണ് ആ സ്ത്രീയെ. ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ബേബി ഗേളല്ല, മാൻ ചൈൽഡാണ്, ആൺകുട്ടിയാണ്. അത് പ്രസവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പിശാച് വാതിക്ക് നിൽക്കുന്നു. പിശാചെന്നല്ല, 7 തലയുള്ള ആ സർപ്പം വാതിക്ക് നിൽക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നു. പിശാചാണത്. പിശാചെന്ന് അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം എന്താണ്? ആ കുട്ടി ഒരിക്കലും ജനിക്കരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ കുട്ടി ജനിക്കണം. ജനിച്ചാൽ കുട്ടി നേരെ എങ്ങോട്ടാ പോണേ? ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കാ പോണേ. അതിൻ്റെ അർത്ഥം കിങ്ഡം അലങ്കരിക്കാൻ പോവുക കുട്ടി. ദൈവരാജ്യ സുവിശേഷം ഏറ്റെടുക്കാൻ പോവുക. ദൈവം ആ കുട്ടിയിലൂടെയാണ് സർവ്വ രാഷ്ട്രങ്ങളെയും വാഴാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് സർവ്വ രാഷ്ട്രങ്ങളെ ഇരുമ്പുകോൽ കൊണ്ട് വാഴുവാനുള്ള ആ കുട്ടി. അവൾ പ്രസവിച്ചു. കുട്ടി ഉടനെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതല്ല യേശു കർത്താവ് പറയുന്നേ, ഞാൻ ജയിച്ചു, എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ചാൽ നിങ്ങളെയും ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. പിതാവും പുത്രനും പുത്രനിൽ പുത്രന്മാരും ഒരു സിംഹാസനത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു ഭരണത്തിൽ. ഇതാണ് കർത്താവ് പറഞ്ഞത്. ചെറിയാട്ടിൻകുട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്വ സുവിശേഷം. നമ്മൾ ഒരു കുടുംബമായി തീരാൻ പോകുന്നു. ആരുമായി? സ്വർഗീയ പിതാവുമായി, പുത്രനായ ക്രിസ്തുവിലൂടെ. ദൈവം നമ്മളിലൂടെ, ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഇതാ പ്രപഞ്ചത്തെ വാഴാൻ പോകുന്നു.
ആ സന്ദേശം അതിലുണ്ട്. എന്നാൽ പിശാച് എന്ത് ചെയ്യുന്നു? ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവൻ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന്, സഭയുടെ ഉള്ളിൽ നിന്ന് ആ ആൺകുട്ടി പുറത്തിറങ്ങാതിരിക്കാൻ അതിനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നു. ബൈബിൾ മുഴുവനും ഈ 5 വാക്യത്തിൽ കാണാം. Dear brothers, let me read these 5 verses. Now a great sign appeared in heaven, a woman clothed with the sun, with the moon under her feet, and on her head a garment of 12 stars. Then being with child, she cried out in labor and in pain to give birth. And another sign appeared in heaven. Behold, a great fiery red dragon, having 7 heads and 10 horns and 7 diadems on his heads. His tail drew a third of the stars of heaven and threw them to the earth. And the dragon stood before the woman who was ready to give birth to devour her child as soon as it was born. She bore a male child who was to rule all nations with a rod of iron, and her child was caught up to God and his throne. So, dear brothers, if you understand this correctly, you will know that these 5 verses practically gives a summary of what is happening and what God has planned for this world. So, here you can see that the woman is the church that our Lord Jesus gained using his blood, and in this church we have this church is transforming the people in the people of the church to make them sons of God, and this church gives birth to a male child, not a female child, but a male child, and this male child is the transformed sons of God who this church has transformed. And this, you can see that Satan over here, it is not written explicitly at this place that that dragon over there is Satan, but we know that from other verses that dragon is Satan. And the purpose of this Satan is that this sons of God is not revealed into this world. And you can see the reason for that purpose, because as soon as the sons of God is revealed, this son is taken up to heaven, to the throne of God in heaven. So what that shows is that the reason this son is taken up to that throne is that this son is meant to rule the world on behalf of God, rule the world for God. God wants to rule the creation using this son, who's and we see in other verses that where Lord Jesus promised. So this son, as you can see, is the transformed church with Christ as the head of that church, and that is that Christ is the head of the son. And so we can see in other verses that our Lord Jesus says that just like I overcame and got the right to sit on my Father's throne, you too, if you overcome, you will sit on my throne. So what we have is the ruling system where there is God the Father, and then there is Lord Jesus, and within Lord Jesus we have all the sons of God, and together they are ruling this world. And you can see that Satan is doing his very best so that these children are not revealed in this world. Satan, who is roaming around roaring, trying to see whom he can swallow, this Satan is doing his very best in order to see that these sons of God are not revealed into this world. ഇനി ചോദ്യത്തിലേക്ക് വരാം. സ്വർഗത്തിൽ സ്ത്രീകളുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇത് ടൈപ്സ് ആൻഡ് ഷാഡോസ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സ്ത്രീയല്ല എടുക്കപ്പെടുന്നത്, വയറ്റിലുള്ള ആൺകുട്ടിയാണ് എടുക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനുള്ള ആൺകുട്ടിയെ, പെൺകുട്ടിയല്ല, ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇനി ബൈബിളിലെ നമ്മൾ കാര്യങ്ങൾ ഉറപ്പിക്കുമ്പോൾ അതിലെ സിസ്റ്റം ഇതാണ്: ഒരു വാക്യം കൊണ്ട് ഒരു കാര്യവും ഉറപ്പിക്കരുത്. 2-3 പേരുടെ സാക്ഷിമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അപ്പോൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളിൽ കുടുങ്ങി നമ്മൾ തെറ്റിപ്പോകത്തില്ല. ഇനി വെളിപ്പാട് 21:7 വരുമ്പോഴും അത് ഇതിനോട് ചേർക്കപ്പെടുന്നു. അവിടെ പറയാണ്, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകളെന്നല്ല, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും,
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. മനസ്സിലായോ? ജയിക്കുന്നവൻ, അത് ഭൂമിയിലെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇവിടുന്ന് ജയിച്ചാൽ ദൈവത്തിൻ്റെ മകൻ. സ്ത്രീയാകാൻ ഈ ശരീരത്തിൽ ജഡരക്തത്തിൽ മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. ജഡരക്തങ്ങളിലാണ് നമ്മളെ ആണും പെണ്ണുമായിട്ട് വച്ചിരിക്കുന്നത്. നമ്മൾ ജയിച്ചാൽ ആത്മരൂപികളായ ദൈവത്തിൻ്റെ മക്കളായിരിക്കും, സൺസ് ഓഫ് ഗോഡ് ആയിരിക്കും. നമുക്ക് കിട്ടിയ അധികാരം അതുതന്നെയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. സൺസ് ഓഫ് ഗോഡ് ആകാൻ അധികാരം തന്നിരിക്കുകയാണ്. ട്രാൻസ്ലേഷന് ശേഷം വീണ്ടും ഒരു വാക്യം കൂടി പറഞ്ഞ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് വിടാം. So dear brothers, let us get back to the original question, which is there woman even in heaven? First thing that Pastor has already mentioned is that this is in types and shadows. This is what we shown here is types and shadow system. So you need to interpret it appropriately. And then in verse 5, we see that the person who is taken up to God and to his throne is not the woman, but actually the child that the woman gave birth to. So not just child, the male child that the woman gave birth to. So you can see that it's a male child that is being taken to God, taken up to God, so that God can use him to rule the world. So that is one clue that the only males in the kingdom of heaven, there are only sons of God. Now, in order to establish this more strongly, let us look at other verses, so that it will be established on the basis of multiple witnesses, not on the basis of 2 or 3 witnesses, as Bible asks us to. So the second verse that we are looking at is Revelation chapter 21 verse 7, where God says that he who overcomes shall inherit all things, and I will be his God, and he shall be my son. So here God does not say that he shall be my children, but he says that he shall be my son. So here you can see that in the kingdom of God there are only sons and there are no daughters. So the difference of male and woman is the being of woman is only in this flesh, only in flesh when we are in this world. But once we are transformed, we will all become spiritual beings, and in heaven as spiritual beings we will only be sons of God. And this is also the authority that has been given to us, that as many as received him, to them he gave the right to become children of God, sons of God. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളുടെ മനസ്സുകൾക്ക് കഴിയും. ശ്രദ്ധിച്ചേട്ടെ, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ എന്താണ് സുവിശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ് സുവിശേഷം. നാം കേട്ടു. ആ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. താഴെ നിങ്ങൾ കണ്ടു, ഇതെൻ്റെ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബമാണ്. എന്നാൽ ആ കുടുംബത്തിലുള്ള ഞങ്ങളെല്ലാം മരിച്ചു പോകും. ഇവരൊക്കെ താൽക്കാലികരാണ്. ഈ ഭൂമിയിലെ കുടുംബത്തിലാണ് ആണും പെണ്ണും ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ നിന്ന് നാം ജയം പ്രാപിച്ച് ദൈവ കുടുംബത്തിലേക്ക് ചെന്നാൽ അവിടെ എല്ലാം ദൈവപുത്രന്മാരാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. അവിടെ സ്ത്രീകളില്ല. ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം ജയിച്ചവിടെ ചെന്നാൽ ദൈവ പുത്രന്മാരാണ്. ഇത് യേശു കർത്താവ് വളരെ വ്യക്തതയോടെ ലൂക്കോസ് സുവിശേഷം 20:34 ഇതാ സദൂക്യരോട് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇത് ഉറപ്പിക്കാനായിട്ട് ഇടയായി. സദൂക്യർ യേശുവിനെ വാക്കിൽ പിടിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ വാക്കിൽ പിടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 7 മരിച്ചു, ഈ സ്ത്രീയും മരിച്ചു. ഇനി പുനരുത്ഥാന ജീവിതത്തിൽ ഇവൾ ആർക്കാണ് ഭാര്യയായിരിക്കുക എന്ന് ചോദിച്ച് യേശുവിനെ കുടുക്കിയപ്പോൾ യേശു കുടുങ്ങിയെന്നാണ് അവർ ചിന്തിച്ചത്. യേശു ഉത്തരം പറഞ്ഞു, തിരുവെഴുത്തുകളെക്കുറിച്ചോ ദൈവശക്തിയെക്കുറിച്ചോ നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. കാരണം തിരുവെഴുത്ത് അറിയത്തില്ല, പക്ഷെ അവരൊക്കെ വലിയ ഉപദേശകന്മാരാണ്. തിരുവെഴുത്ത് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണ്. യേശുക്രിസ്തു പറയാണ്, ഈ ലോകത്ത് നിന്ന്, ഈ താഴെയുള്ള ഈ ലോകത്ത് നിന്ന് ഇതാ ദൈവത്തോടു കൂടെയുള്ള പുനരുത്ഥാന ജീവിതത്തിലേക്ക് നീ യോഗ്യത പ്രാപിച്ചാൽ, അപ്പം ആദ്യത്തേത് നീ പോകണമെന്ന് ഒരു ഉറപ്പുമില്ല, ആദ്യം യോഗ്യത പ്രാപിക്കണം. യോഗ്യത പ്രാപിക്കണം. അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, ജയിക്കുന്നവന് അവകാശമാക്കുമെന്ന് പറയുന്നത്.
യോഗ്യത പ്രാപിച്ചാൽ അവിടെ വിവാഹം കഴിക്കലുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. നീ അവിടെ ജഡരൂപിയല്ല, നീ അവിടെ ദൈവദൂത തുല്യനും, പിന്നെ നിന്റെ പേര് മനുഷ്യപുത്രനും പുത്രിയെന്നുമല്ല, നീ ദൈവപുത്രനും ആയിരിക്കും. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ച് 20:34. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും ഈ ലോകത്തിന്റെ മക്കൾ കണ്ടോ, താഴെ ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും, ഇതാണ് ആ ലോകം, കണ്ടോ, ദൈവ കുടുംബം. ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ. അപ്പൊ എന്നെ വേണം? യോഗ്യത. ഒന്ന് പറഞ്ഞേ, എനിക്ക് യോഗ്യത ഉണ്ടെങ്കിലേ കയറി പോകുള്ളൂ പറഞ്ഞേ. പേടിയുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. പേടിയുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. ഹല്ലേലൂയ. യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ഇല്ല. പിന്നെ ആരെ പോലെയാ? അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവിടെ മരണവും ഇല്ല. അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും. ആരെ പോലെയാ? ജഡരൂപികളല്ല, ആത്മരൂപികളാ. ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അപ്പൊ അവരുടെ പേരെന്താ? ഇനി മനുഷ്യപുത്രനും മനുഷ്യപുത്രിയല്ല, ദൈവപുത്രന്മാരും ആയിരിക്കും. ഇതാണ് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആദത്തിന്റെ വംശത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വംശത്തിലേക്ക്. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക്, ദൈവ മക്കളുടെ കാറ്റഗറിയിലേക്ക് മാറ്റം വരികയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, കാൺമിൻ, എത്ര വലിയ സ്നേഹം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം. മനസ്സിലായോ? അപ്പോൾ ഈ ലോകത്താണ്, ഈ ഭൂമിയിലെ കുടുംബത്തിലാണ്, ജഡകുടുംബത്തിലാണ് ആണും പെണ്ണും ഒക്കെ ഉള്ളത്. ഇവിടെ നിന്നും ജയം പ്രാപിച്ച് ദൈവസന്ധി ചെന്നാൽ ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. വെളിപ്പാട് 21:7 പറയാണ്, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. So dear brothers, I draw your attention to the presentation, to the image in the presentation, because it is easier to understand things by image rather than by telling you. So here we have a human family. Here we have a small summary of what God is planning. So here we have a human family. We have image of pastor's family, and that's the human family. And then there is a image representing God's family. And what God is planning is transforming men from human family into God's family. So dear brothers, this role of man and woman is only there in this world, and once we are transformed, we will all be sons of God. So if a person is a man or a woman in this world, once he has won and once he has transformed, he becomes son of God in the heavenly realm. So we can see that our Lord Jesus himself confirms this in Luke chapter 20 verse 35 onwards. So this is the situation over here is that there were some Sadducees who does not believe that there is resurrection. They come to test Jesus to try to catch him in his words. They bring out a contrived scenario where they say that there was a man and his wife. The man died, and as a result, the man's brother married this wife as part of the Jewish Levirate law. And eventually this second person also died, and eventually in such manner all 7 brothers died, and finally the woman also died. And in resurrection, to whom will this woman be married? And Jesus replies to them that you are asking such a question because you do not know the scripture or the power of God. And here Jesus let's read this verse and we can see what our Lord Jesus says. The sons of this age marry and are given in marriage, but those who are counted worthy to attain that age. So remember that not everyone is counted worthy, but to those who are counted worthy to attain that age. So which means we should win and attain the age, and the win as shown in Revelation chapter 21 verse 7, and attain the age, the resurrection from the dead. Neither marry nor are given in marriage, nor can they die anymore, for they are equal to the angels and are sons of God, being sons of the resurrection.
So here you can see that all people who are are counted worthy of attaining that age gets transformed into sons of God. And again, as Revelation chapter 21 verse says that to him who win, he will be my son and I will be his God. So again we see sons of God. കാര്യങ്ങൾ മനസ്സിലായോ? ഇതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ കഥയിൽ ആ വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അമ്മ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കാഞ്ഞേ. അവിടെ ആരില്ല? അമ്മ ഇല്ല. അമ്മയും അപ്പനും ഒക്കെയായി സ്വർഗസ്ഥ പിതാവും കർത്താവായ യേശു ഒക്കെയാണ് അവിടെയുള്ളത്. അത് നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീയും പുരുഷനും ഒക്കെ താൽക്കാലികമായ അറേഞ്ച്മെൻ്റാണ് ഈ ജഡത്തിലെ ഈ ശരീരത്തിൽ. നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല വിഷയം. നമ്മളെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് അവിടെ പറയാണ് കൗണ്ടഡ് വർത്തി എന്നൊരു പേര് ഉപയോഗിച്ചു, യോഗ്യരായി എണ്ണുന്നവർ. ഇന്ന് ലോകം അത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ സഭയിലായിരിക്കുന്ന എല്ലാ മക്കളോടും യേശു ക്രിസ്തു വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളിൽ സന്ദേശം പറയുമ്പോൾ എല്ലാ സഭകളോടും പറയുന്നുണ്ട് ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമുക്ക് 2 പാട്ടും ഒരു പ്രാർത്ഥനയൊക്കെ കേട്ട ഒരു സുഖ ജയമൊന്നും നമുക്ക് വേണ്ടേതാനും. നമ്മൾ ചതിക്കപ്പെട്ട ഒരു ലോകത്താണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, കൗണ്ടഡ് വർത്തി, ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലേക്ക് യോഗ്യരായവരെ കയറിപ്പോകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ജയിക്കുന്നവനെ എത്തത്തുള്ളൂ. അത് 1-2 വാക്കുകളോട് വായിച്ച് നമുക്ക് ആ ഭാഗങ്ങൾ ഉറപ്പിക്കാം. യേശുവിൻ്റെ വാക്കുകൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം എഫോസോസിലെ സഭയോട് പറയുകയാണ്. രക്ഷിക്കപ്പെട്ടവരാണ് സഭയിലുള്ളവരോട് എന്നാ പറഞ്ഞെന്നറിയാമോ? നീ കുറച്ച് പാട്ടും പ്രാർത്ഥനയൊക്കെ കേട്ടങ്ങ് കൂടിയിരുന്നാൽ അങ്ങ് പോകൂടെ മോനെ, പോകൂടി മോളെ എന്നല്ല പറഞ്ഞേ. ജയിച്ചാൽ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ തരും. അപ്പോൾ ജയിച്ചില്ലെങ്കിലോ തിന്നാൻ കിട്ടില്ല. ഇവൻ ആദത്തിന് പോലും ഈ സാധനം കിട്ടിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു ഏറൻ തോട്ടത്തിൽ. അത് പറിക്കരുതെന്ന് തിന്നരുതെന്ന് ദൈവം പറഞ്ഞുമില്ല. പക്ഷേ കിട്ടിയിട്ടില്ല. കാരണം അത് ജയിക്കുന്നവനെ കിട്ടുകയുള്ളൂ. ആ വാക്യം ഒന്ന് വായിച്ച 2:7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം ആർക്കാ കൊടുക്കുള്ളൂ? ഇത് ആരാ പറയണേ? ഇത് പള്ളിയിലച്ഛനാണോ പാസ്റ്ററാണോ? ആരാ പറയണേ? ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പ്രസംഗമാണ്. മനസ്സിലായോ? 7 പൊൻനിലകൾക്കിടയിൽ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ് സഭയിലുള്ളവരോട്. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. മനസ്സിലായോ? ആദ്യത്തിനത് കിട്ടിയിട്ടില്ല. ഇതാ നമ്മൾ ജയിച്ചാൽ നമുക്ക് കിട്ടും. Dear brothers, in this context, I would also like to point out the parable of the prodigal son. Here you can see in the parable of the prodigal son, it's only mentioned the father of the prodigal son. There is the mother of the prodigal son is not mentioned over there. So you can see that in the new age there are no women in heaven. It's all male. It's all sons of God and sons of God. So in this regard, let me also emphasize that here it says that both those who are counted worthy to attain that age. So this is important. Only those who are counted worthy will attain to that age. Today there are many churches who come and say that if you are after you have saved, then after you have saved, you just need to sit together and worship and sing a few songs, and then you will be counted worthy. But remember that our Lord Jesus says that we have to win, we have to overcome. Our Lord Jesus himself if you read Revelation chapter 2 and 3, where he gives messages to the various churches, to all of the churches, Lord Jesus says that they need to overcome. So remember that these churches are all born again, so they have all attained the salvation through Jesus, but they need to overcome to finally enter the kingdom of God. And so let me read that verse over here. That is Revelation chapter 2 verse 7. He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will
I will give to eat from the tree of life, which is in the midst of the paradise of God. So remember that our Lord Jesus says that only to the ones who overcome, I will give to eat from the tree of life, which is in the midst of the paradise of God. And this is said to a church which are already born again and which are already saved through the blood of our Lord Jesus Christ. But in order to confirm their salvation at the end, they will need to overcome, and that is what is written over here. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് നോക്കേണ്ടത്? ഏത് പാസ്റ്ററാണ് നോക്കേണ്ടത്? ഏത് അച്ഛനെയാണ് നോക്കേണ്ടത്? ഏത് ഡിനോമിനേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്? കത്തോലിക്കരോ? പെന്തക്കോസ്ത്? പിന്നെ ചിലർക്ക് മനസ്സിലായി വിശ്വാസത്തിൻ്റെ നായകനെയാണ് നോക്കേണ്ടതെന്ന്. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 12:1 പറയുന്നു, വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവെ നോക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ഈ 7 സന്ദേശങ്ങൾ നോക്കുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിലും പറയുന്ന 7 സന്ദേശങ്ങൾ. 7 സന്ദേശങ്ങളിലും സുവിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി കേട്ടു. യേശു പറഞ്ഞു, ഈ ലോകത്ത് നിന്ന് ആ ലോകത്തിലേക്ക് യോഗ്യരായവർ. 7 സന്ദേശങ്ങൾ യേശു പറയുന്നുണ്ട്, ജയിച്ചാലേ നീ അങ്ങോട്ട് പോകുള്ളൂ എന്നാണ്. നമ്മളെന്താ അത് ശ്രദ്ധിക്കാത്തേ? നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ വല്ല ആയിരിക്കുമോ? വളരെ ശ്രദ്ധിച്ച് ഓരോ വാക്കുകൾ ഉപയോഗിക്കും. വളരെ ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങും, അല്ലേ? ഹല്ലേലൂയ. ഇതാ മറ്റൊരു സഭയോട് യേശു പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം സർദീസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവിതത്തിൽ നിന്ന് മാച്ച് കളയത്തില്ല. അപകടം പിടിച്ചൊരു വീട്. ഹല്ലേലൂയ. സഭയിലുള്ള വ്യക്തിയോട് പറയുകയാണ്, ഇതാ വെളിപ്പാട് 3:1 സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു അപകടകരമായ ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ച് കളയാതെ. അതിൻ്റെ അർത്ഥം, അവൻ്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലോ എൻ്റെ ദൂതന്മാരുടെ മുമ്പിലോ ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ ആത്മലോകത്തെ റെക്കമെൻഡേഷൻ നടക്കുകയാണ്. അവിടെ യേശുവാണ് റെക്കമെൻഡ് ചെയ്യാൻ വരുന്നത് പിതാവിൻ്റെ അടുക്കലാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ യേശു അല്ല പിതാവെന്ന് വളരെ വ്യക്തതയോടെ മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവിതത്തിൽ മാച്ച് കളയത്തില്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഒക്കെ പേര്, ജയിക്കാത്തവൻ്റെ പേര് മാഞ്ഞു പോകും. ഭയപ്പെടേണ്ട ഒരു വചനം തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകാതെ സൂക്ഷിപ്പാൻ എല്ലാവരും ജയം പ്രാപിപ്പാൻ ഓർപ്പിക്കുകയാണ്. So dear brothers, from whom should we take doctrine and whom should we look up and follow? Is it the various churches? Is it a father of the Catholic Church, or is it a pastor of Pentecostal churches? When pastor asked this question, and our dear sisters answered correctly that we should look unto Jesus, the author and finisher of our faith, as is written in Hebrews chapter 12 verse 2. So if you are looking to Jesus, the author and finisher of our faith, why are you not looking at the messages, all the messages our Lord Jesus gave in Revelation chapter 2 and 3, to all the messages that Jesus gave to all the churches, in all 7 churches in Revelation chapter 2 and 3 mentions about overcoming. In this regard, let me read one more verse. This is Revelation chapter 3 verse 5. This is Revelation chapter 3 verse 1. Here Jesus is speaking about the church in Sardis, and here in verse 5 it says that he who overcomes shall be clothed in white garments, and I will not blot out his name from the book of life. So you can see that's a very dangerous situation that Jesus is describing. So in order to not blot out our name from the book of life, we need to overcome. As Jesus says, he who overcomes shall be clothed in white garments, and I will not blot out his name from the book of life, but I will confess his name before my Father and before his angels. So again, you can see Jesus is the one recommending it. So there's a recommendation happening. Jesus is the one recommending to the Father. And so dear brothers, the various churches do not say that, but our Jesus, the author and finisher of our faith, has always said that we should overcome in order to confirm our salvation.
And here again, from this recommendation itself, we can see that Jesus and the Father are not one and same person. These are two persons, and Jesus will recommend our name to the Father. മറ്റൊന്നുകൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇതാ സ്മുർണയിലെ സഭയോട് യേശുക്രിസ്തു പറയുകയാണ്, വെളിപ്പാട് 2:8 പറയുകയാണ്, ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പറയുകയാണ്, ജയിച്ചാൽ നിനക്ക് രണ്ടാം മരണ ദോഷം വരത്തില്ല. അപ്പോൾ ജയിച്ചില്ലേലോ, രണ്ടാം മരണം എന്ന് പറയുന്നത് നിന്റെ സോള് തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുന്നതാണ്. ജയിച്ചാൽ രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാവരും ജയം പ്രാപിപ്പാൻ ഒരുങ്ങുക. അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. So, dear brothers, let us read one more verse before closing this subject. This is Jesus' message to the church of Smyrna. So the message starts from Revelation chapter 2 verse 8, where it says to the angel of the church in Smyrna. And verse 11, our Lord Jesus says that he who has an ear, let him hear what the Spirit says to the churches. He who overcomes, that is, to he who overcomes shall not be hurt by the second death. So again, a very dangerous situation. So we should overcome so that we won't be hurt by the second death. അപ്പോൾ സ്വർഗരാജ്യത്തിൽ സ്ത്രീ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ നിത്യജീവനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജയിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഇവിടെ നിന്ന് ജയിച്ച് കയറിപ്പോകേണ്ടത് എന്നുള്ളതായിരിക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അങ്ങനെ വല്ല വിധേനയും മരിച്ചവർ എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലതും ചപ്പും ചവറും എന്നുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പിൽ ബാക്കി ഒന്നിനും ഒരു വില ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യം. അല്പസമയത്തിനുള്ളിൽ എൻ്റെ കോഴ്സ് ഇവിടെ തീരും. ജയം പ്രാപിച്ച് ഞാൻ നിത്യമായ ആ സ്വർഗീയ ഭവനത്തിലെത്തണം. ഇന്നുള്ള എൻ്റെ ജീവിത പങ്കാളി ഇനി ഒരിക്കലും ഇനി കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നുള്ള മക്കൾ ഇനി കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നിവിടെ ഉള്ളത് ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വേണ്ടി ഉറച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി എങ്ങോട്ടേക്ക്? ദൈവ കുടുംബത്തിലേക്ക്. ആ പരമവിളിയുടെ വിരുദ്ധനായി അവിടെ ആരായി? ദൈവത്തിൻ്റെ മകനായി, ക്രിസ്തുവിൻ്റെ സഹോദരനായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി ദൈവം എന്നെ ക്രിസ്തുവിലൂടെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം. നമ്മളുടെ ആ പാത്രത്തെ, നമ്മളുടെ കിരീടത്തെ നമുക്ക് പ്രാപിക്കാം. അതിനായി ഒരുങ്ങുക. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, the question was, is there a woman in heaven as well? So let me remind you, this question does not affect our salvation. So we should be focusing on our salvation, and salvation, as Saint Paul said that I count all these things loss for the extent of the knowledge of Christ Jesus. I count them as rubbish, so in order to attain salvation, Saint Paul is counting everything as rubbish and pressing on to attain salvation. So in that manner, we should also focus on salvation and press on to attain salvation, so that we will be transformed from, so that we will enter into the family of God, and we will attain salvation as sons of God, brothers of Lord Jesus, brothers and co-heirs of Lord Jesus Christ. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളടയട്ടെ. ഈ ലോകത്ത് നിന്ന് ആ ലോകത്തിലേക്ക്, മനുഷ്യലോകത്ത് നിന്ന് ദൈവലോകത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ജഡത്തിൽ നിന്ന്
ആത്മാവിലേക്ക് യോഗ്യരാകുന്നവർ. യോഗ്യത യേശു ആവശ്യപ്പെടുന്നു. വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, അവർക്കിനി മരിക്കുവാനും കഴിയില്ല. അവർ ദൈവദൂതതുല്യരും ദൈവപുത്രന്മാരും ആയിരിക്കും. ഞാൻ യോഗ്യനാകുമോ, യോഗ്യയാകുമോ? നമ്മളെ തന്നെ പരിശോധിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ അധരത്തെയും വ്യാജം പറയാതെ തൻ്റെ നാവിനെയും കാത്തുകൊള്ളട്ടെ. ഞാൻ യോഗ്യനാകുമോ? ഞാൻ യോഗ്യയാകുമോ? എൻ്റെ അധരങ്ങളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഹാസമാണോ? എൻ്റെ രഹസ്യ സംഭാഷണത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് രസിക്കുകയാണോ? എൻ്റെ കൂട്ടുജോലിക്കാരനുമായി ജോലിക്കാരിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് ഞാൻ രസിക്കുകയാണോ? അയാൾ അങ്ങനെയാണ്, അറിഞ്ഞായിരുന്നോ? ഇയാൾ ഇങ്ങനെയാണ്, അറിഞ്ഞായിരുന്നോ? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ അധരത്തെയും വ്യാജം പറയാതെ തൻ്റെ നാവിനെയും കാത്തുകൊള്ളട്ടെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊള്ളുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അയാളോട് വഴക്ക്. ഇയാൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അയാൾക്കെതിരെ ഞാൻ സംസാരിക്കും. അയാൾ എന്നെ കുത്തി, തിരിച്ചു കുത്താൻ ഞാനൊരു സമയം നോക്കി നിൽക്കുകയാണ്. പല കയ്പുള്ള വേരുകളും കുടുംബാന്തരീക്ഷങ്ങളിൽ, ജോലി അന്തരീക്ഷങ്ങളിൽ, സഭാന്തരീക്ഷങ്ങളിൽ, ജീവിതത്തിൻ്റെ ഡേ ടു ഡേ അഫെയറുകളിൽ, നമ്മുടെ ജീവിതത്തിൽ അതും പേറി നാം നടക്കുന്നുവെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഒരു നിമിഷം അതിനായി നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട്, യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരത്തക്കവണ്ണം സങ്കീർത്തനക്കാരനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, എന്നെ നരകത്തിലേക്ക് തള്ളിയിടത്തക്കവണ്ണം വ്യസനത്തിനുള്ള മാർഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്നങ്ങ് നോക്കി, ഞാൻ ജയം പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം വ്യസനത്തിനുള്ള മാർഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്നങ്ങ് നോക്കി, എന്നെ ശാശ്വതമായ മാർഗത്തിൽ നയിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കരയാമോ? യേശു പറഞ്ഞു, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ സ്വർഗരാജ്യം അവകാശമാക്കും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്. സഭയിലുള്ള യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോട് പറയുകയാണ്, ജയിക്കുന്നതെങ്കിൽ രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നതിൻ്റെ പേര് ഞാൻ ജീവവസ്തു മാച്ച് കളയത്തില്ല. ജയിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. എൻ്റെ മകനെ, എൻ്റെ മകളെ, ബൈബിളിലെ ഏതെങ്കിലും വാക്യത്തിൽ നിന്ന് 2 വാക്യങ്ങൾ കാണാതെ പഠിച്ച് അതും പാടി അതും പ്രസംഗിച്ച് മാത്രം അവസാനിക്കാതെ
ഞാൻ ജയിക്കുമോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുവാനുള്ള സമയമാണ്. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കാനുള്ളൊരു സമയമാണ്. ഈ ഹോളിൽ ശബ്ദ കാഴ്ച വെറുതിലായിരിക്കുന്ന ഏവരും ഏത് സമയവും വേണമെങ്കിലും നമ്മളുടെ പിതാക്കന്മാർ സഹോദരങ്ങൾ പലരും നമ്മളെ വിട്ട് ഇവിടുന്ന് ശരീരം വിട്ടു പോയതുപോലെ ഏത് സമയവും മനുഷ്യപുത്ര മനുഷ്യപുത്രി തിരികെ വാ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണം. ഈ ലോക ജീവിതം ഒരു പരീക്ഷയാണ്. ആ പരീക്ഷാ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞല്ല 3 മണിക്കൂർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങൂ എന്ന് ഉറപ്പുള്ള ലോകത്തിലെ പരീക്ഷ പോലെയല്ല ഇത്. ഏത് സമയവും ആൻസർ പേപ്പർ തിരിച്ചു വാങ്ങുന്ന ഒരു പരീക്ഷയാണ് ഈ ലോക ജീവിതം. അതുകൊണ്ട് മനുഷ്യന്റെ മുമ്പാകെ നമ്മളെ കാണിക്കാതെ ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ ഹൃദയം ഞാൻ ആയിരിക്കുന്നത് പോലെ കാണുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ സന്നദ്ധയിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ സന്നദ്ധയിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സന്നദ്ധയിൽ അത്തിയുടെ കീഴിലിരിക്കുന്നവനെ ഇതാ സാക്ഷാൽ ഇസ്രായേലിന് അവൻ്റെ ഹൃദയത്തിൽ കാപട്യമില്ല എന്ന് തിരിച്ചറിയുന്ന സാക്ഷാൽ ദൈവപുത്രൻ്റെ മുമ്പിൽ അത്തിയുടെ കീഴിൽ മാത്രമല്ല അത്തിയുടെ മുകളിലിരിക്കുന്ന ആ സഖായി നീ ഇറങ്ങി വാ, നിന്റെ ഹൃദയം ഞാൻ കാണുന്നു എന്ന് പറയുന്ന ആ ദൈവപുത്രന്റെ മുമ്പിൽ നമ്മളെ സഹായിക്കുവാൻ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ നിൽക്കുന്ന ആ ദൈവപുത്രന്റെ മുമ്പിൽ സ്വർഗീയ സന്നാഹങ്ങളുടെ മുമ്പിൽ നീതിയോടെ ജീവിച്ചുകൊണ്ട് അത് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമില്ല, നാം ഭൂമിയിൽ അഭിനയിക്കുന്നവരായിത്തീരും. ഓരോ വ്യക്തികളും അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ ദിവസം എൻ്റെ പപ്പ എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ദിവസം എൻ്റെ ജീവിതമാകുന്ന പരീക്ഷയുടെ ആൻസർ പേപ്പർ തിരികെ വാങ്ങിച്ചാൽ എൻ്റെ ജീവിതം എന്തായിരിക്കും? അവനവനെ തന്നെ പരിശോധിക്കട്ടെ. വേണ്ട മാറ്റങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എടുത്താട്ടെ. യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരങ്ങളൊന്നുമില്ല, ഇളകാത്തതൊന്നു മാത്രം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവഭവനം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആഹ്വാനത്തിനായി നന്ദി. ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ പഴയ മനുഷ്യനിലുള്ള എല്ലാ കാപ്പട്യ സ്വഭാവവും ഞങ്ങളുടെ സ്വയകേന്ദ്രീകൃതമായ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നത് ഞങ്ങളുടെ വാക്കിൻ്റെ സ്വരമല്ല, ഞങ്ങളുടെ വാക്കുകളിലൂടെ അങ്ങ് വെളിപ്പെടുവാൻ, അങ്ങയുടെ ആത്മാവ് വെളിപ്പെടുവാൻ, അങ്ങയുടെ ചിന്തകൾ വെളിപ്പെടുവാൻ ഈ ലോകം ഞങ്ങളുടെ വാക്കുകളിലൂടെ അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളിൽ അങ്ങയുടെ വാക്കായി വിടരണമേ. ഇതാതിനായി ജനത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോഴും തുടർന്നും ഈ ശബ്ദ കാഴ്ച പ്രതിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും ക്രിസ്തുവിനെ തലയോളം വളർന്ന് അങ്ങയുടെ മാറിലണയുവാൻ, അങ്ങയുടെ കുടുംബമായി തീരുവാൻ, ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ നിൽക്കുന്ന എല്ലാവർക്കുമായി, അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി, രഹസ്യവും പരസ്യവുമായി ഈ ശുശ്രൂഷയുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഇതിനെ എതിർക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു എന്നവർ അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ. സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പാത നിലകൊള്ളുക ആ പ്രിയ മക്കളെ അങ്ങ് സഹായിക്കണമേ. ഇത് അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി.
അപ്പാ ഞങ്ങളുടേതായ താൽക്കാലിക ആവശ്യങ്ങൾ ധാരാളമുണ്ട് എന്ന് അങ്ങ് അറിയുന്നു. ധനപരമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരിക രോഗത്തിൻ്റെ ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് ആവലാതിയുള്ളവരുണ്ട്, വീട്ടിലെ ജീവിത പങ്കാളിയെക്കുറിച്ച് വിഷമമുള്ളവരുണ്ട്, കുടുംബ സമാധാനമില്ലാത്തവരുണ്ട്. അവരുടെ എല്ലാം മുകളിൽ അങ്ങയുടെ പരിഹാരം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വകീയ പിതാവേ, അങ്ങ് ആത്മമണ്ഡലത്തിൽ തന്ന പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ജീവനും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ ഐശ്വര്യവും അങ്ങയുടെ നന്മകളും അങ്ങയുടെ സൗഖ്യവും ഈ ജനത്തിൻ്റെ മേൽ കൽപ്പിക്കുകയാ. ഇവർ നിത്യം അനുഗ്രഹീതരായി ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞ് ദൈവ സമാധാനം നിറഞ്ഞവരായി ഇവർ മാറുവാൻ ഇടയാകട്ടെ. അതിനായി മക്കളെ ഏവരെയും അനുഗ്രഹിക്കുന്നു. നിത്യം നിങ്ങളൊരു അനുഗ്രഹമായിരിക്കട്ടെ. സർവ്വമഹത്വം പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.